വരികയായിരുന്ന 25-കാരിക്കെതിരെ പോലീസ് കേസ്. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെറിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടിയെയും 4 കേസുകൾ നിലവിലുണ്ട്. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നു. ബൈജു, നമ്മൾ കേൾക്കുന്നത് ഇതിനു മുൻപ് സഹോദരങ്ങളായ മറ്റൊരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മെർലിൻ ചേച്ചി കഴിഞ്ഞ ഇതേ വർഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കേസും കൂടി ഉണ്ടായിരുന്നു. അതായത് വേറെ ഇതേപോലൊരു പരിപാടി ചെയ്തത്. അതുമാത്രവുമല്ല, അതിനു മുമ്പേ വേറെ 2 കേസ് വേറെയുമുണ്ട്. ടോട്ടല് 4 കേസാണ് ഈ സ്ത്രീയുടെ പേരിലുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയുടെ പ്രായമുള്ള ഒരു പൊതുപ്രവർത്തകനെ അടിച്ച ഒരു കേസ്, അതായത് നല്ല രീതിയിൽ അടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേസും കൂടിയുണ്ട്. അതെന്തിനാണ് അടി കൊടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇങ്ങനെ എന്തെങ്കിലും കണ്ടപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകും, ഈ സ്ത്രീ പോയിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരുടെ മൗലികാവകാശം, ഇവരുടെ അവരുടെ ജീവിക്കാനുള്ള അവകാശം അങ്ങനെയൊക്കെ തോന്നി ഇവരെ പുറത്തു വിടുമ്പോഴേ മറ്റുള്ളവരുടെ ജീവിതമല്ലേ എവിടെ നശിക്കുന്നത്? അതായത് എത്ര പേരുടെ ജീവിതമാണ് നശിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് ഇവരെയൊക്കെ പുറത്തു വിടുന്നത്? സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കാണുന്നത് എന്താണ്? അതായത് അതിവേഗ കോടതി 80 വർഷം കൊടുക്കുന്നുണ്ട്, 60 വർഷം കൊടുക്കുന്നുണ്ട്, പിന്നെ 50 വർഷം കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതല്ലേ നല്ലത്? അതായത് ഒരു 10-50 വർഷം വിധിച്ചിട്ടെങ്കിൽ ഇനി ഉള്ളിലിട്ടൂടെ? അങ്ങനെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും പുറത്തു വരും. പുറത്ത് വന്നിട്ട് ഇതേ തെറ്റ് തന്നെ ആവർത്തിക്കുകയല്ലേ ചെയ്യുക? അപ്പോൾ ഇത് സ്ഥിരം പ്രശ്നക്കാരിയാണ്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇനി അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആരെയെങ്കിലും കൊലപ്പെടുത്തിയെന്നായിരിക്കുമായിരുന്നു. ഇനി അതാണ് കേൾക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുത്തിട്ട് അങ്ങ് ഉള്ളിൽ തള്ളിയേക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം കിടക്കുന്നത് ഒരുപാട് എണ്ണം ഉണ്ട്. ഇപ്പോൾ ഈ അവരുടെ ജയിലുകളിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളിൽ പിടിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിഗണനയും കൊടുക്കാതെ, ഇതിപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഒരു ഇതിന് ഇരയായവരുടെ മാനസികാവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്കണം. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ സ്ത്രീയെ ഒന്നുകിലെന്ന് പറഞ്ഞാൽ മനുഷ്യരാശിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഭീഷണിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവരെ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ തള്ളണം. അവരിനി അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. അതായത് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നമാണെന്ന്. ഇനിയും പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരുപാട് പേര് നശിച്ചു പോകും. ഈ സ്ത്രീയെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ മാനുഷിക പരിഗണനക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോഴേ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവനാണ് അവിടെ പോകുന്നത്. അത് മനസ്സിലാക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ പുറത്ത് വിടുന്നത്? അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവരെയാണ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഇവരുടെ ബന്ധുവായാലും സഹോദരങ്ങളായാലും അതൊന്നും പ്രശ്നമല്ല. അതായത് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിയവാസ പരിപാടിക്ക് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും മയക്കുമരുന്ന് എന്തിനും അടിമയായിരിക്കും ചിലപ്പോഴേ. അപ്പോൾ ഭയങ്കരമായിട്ട് ശല്യമുള്ള ഒരു ക്രൂര തന്നെയാണ് ഈ മെർലിൻ എന്ന് പറയുന്ന ഈ 25-കാരി. അതുകൊണ്ടാണ് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ഇതും കൊടുക്കരുത്. സാധാരണ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു കേസിൽപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അതേ കുറ്റം തന്നെ പിന്നീട് ആവർത്തിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കിട്ടൂല എന്നൊക്കെയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ 4 കേസുണ്ടായി? ഇപ്പോഴൊരു കേസും കൂടി വന്നു. അങ്ങനെ 4 കേസ്, ഒരു അടിക്കേസ് എല്ലാം കൂടി 4-5 കേസായി. അപ്പോൾ ഇങ്ങനെ കേസുള്ള ഒരു വ്യക്തിയെ എന്തിനു വേണ്ടിയിട്ടാണ് തുറന്നു വിടുന്നത്? ആരാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞ് ചുക്കാൻ പിടിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ചോദിക്കണ്ടേ? നമുക്കിപ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിയുമോ? ഇവർക്ക് ഒരു അബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. അബദ്ധം പറ്റിയതാണെങ്കിൽ അത് ഒന്നിലൊതുങ്ങൂലേ? ഇത് അബദ്ധമല്ലല്ലോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4ാമത്തെ കേസാണെങ്കിൽ ഇത് അബദ്ധമാണോ? അല്ല, ഇവർ സ്ഥിരം കുറ്റവാളിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 25-കാരി നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്ന കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ മാനസികപരമായിട്ട് വല്ല തകരാറുമാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രക്ഷിതാക്കൾ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുകയല്ലേ വേണ്ടത്? ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചിലപ്പോൾ അറിയാത്ത ആളായിരിക്കും, അതുപോലെ ബന്ധുവീട്ടിൽ പോകുന്നതായിരിക്കും. എന്നിട്ട് ഇത്രയും കേസും കാര്യങ്ങളും ഉണ്ടായിട്ടും എന്തിനാണ് ബന്ധുവീട്ടിലൊക്കെ ഇതിനെ അടുപ്പിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി എന്തെങ്കിലും തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തു പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എടുത്തിട്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറയുന്നത്. അതിന് വരെ കാത്തിരിക്കണോ? അതായത് ഒരാളുടെ ജീവൻ പോകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്? അതായത് ഈ 25-കാരിയെ ഇനിയും തുറന്നു വിടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിക്ക് ഈ ഭയങ്കരമായിട്ട് ഭീഷണിയുള്ള ഈ സ്ത്രീ എത്രയും പെട്ടെന്ന് തുറുങ്കിലടക്കുക തന്നെയാണ് വേണ്ടത്. മാത്രവുമല്ല സ്വന്തം സഹോദരങ്ങളെ, അതായത് ബന്ധു വീട്ടിലൊക്കെ പോയിട്ട് താമസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ബന്ധുക്കൾക്കും പങ്കുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്, അതുപോലെ കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ ഇവിടെ ഉള്ളതാണ് എന്നുള്ളൊരു വിചാരം ഇവർക്കും വേണം. പിന്നെ ഇവരുടെ സ്വന്തം സഹോദരങ്ങളെ പോലും ഇവർ അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പോലെയുള്ളവരെ തുറന്നു വിടാതിരിക്കുക. തുറന്നു വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോഴാ കുട്ടികളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരോടെങ്കിലും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് വീണ്ടും ഒരു വാർത്ത മാത്രം. അതായത് നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഇങ്ങനെ ന്യൂസ് ചാനലുകളിലും അതുപോലെ ഒരു അന്തിച്ചർച്ചകളും ഒക്കെ ആയിട്ട് അങ്ങ് പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഷയം വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകും. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഒരുത്തൻ, അതായത് രണ്ടാനച്ചൻ എന്ന് പറയുന്ന ഒരുത്തൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ആ ഒരു വാർത്ത 2-3 ദിവസം കഴിഞ്ഞപ്പോഴും നമ്മളെല്ലാവരും മറന്നു. ഇനി അടുത്ത വാർത്ത വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മെർലിൻ എന്ന് പറയുന്ന ഈ സ്ത്രീ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് ഇതേ സമയത്ത് തന്നെ മറ്റ് കേസുകളിലും അങ്ങനെയൊക്കെ പിടിച്ചത് തന്നെയാണ്. എന്നിട്ട് എങ്ങനെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വെളിയിലിറങ്ങിയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതും ഇതുപോലെയുള്ള ഒരു ഗുരുതരമായ ഒരു കേസിൽ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പോഴോ ഇല്ലെങ്കിൽ അവരുടെ പഠിത്തത്തെ ബാധിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ആണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാകും. അങ്ങനെയും ഒരുപാട് ആൾക്കാർ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ പുറത്തു വരാതെ കുറേ ഉണ്ടാകും. അതായത് ഈ സ്ത്രീ പോയ കാര്യങ്ങൾ വഴികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തു വരാത്തത്, അതുപോലെ തന്നെ ആരോടും പറയാൻ കഴിയാത്തത്, പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ജീവൻ കൊടുക്കുന്നത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാറുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമുക്കെന്താ അത് പഠനത്തിൽ പിന്നോട്ടായിട്ടാണ്, ഇല്ലെങ്കിൽ പരീക്ഷയിൽ തോക്കുമെന്നുള്ള ഭയമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് എന്നൊക്കെ നമ്മൾ കരുതും. അതുപോലെ തന്നെ വാർത്തകൾ വരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രാജഡി അത് നേരിട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ആരോടും പറയാൻ കഴിയാതെ, അല്ലെങ്കിൽ ആരോടും ഇത് എങ്ങനെ പറയണം, അതായത് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്വന്തം ചേച്ചിയാണ്, അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങൾ. പിന്നെ നാണക്കേട് ഓർത്തിട്ട്, അതായത് ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, പോലീസുകാർ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യുമോ, അങ്ങനെയുള്ള ഒരുപാട് ഭയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂടി വെക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിയമപാലകരോട് എനിക്ക് പറയാനുള്ളത് നല്ല വകുപ്പുകൾ ഇട്ടിട്ട്, അതായത് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ, പിന്നെ എന്ന് പറഞ്ഞാൽ അതിവേഗ കോടതിയിൽ തന്നെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ തീർപ്പാക്കുന്ന ഇപ്പം കാണുന്നില്ല ഒരുപാട് എണ്ണം കൊണ്ട് കിടക്കുന്നത്. 10-60 വർഷം തടവ്, 80 വർഷം തടവ്, അതായത് 70കാരന് വരെ എന്ന് പറഞ്ഞാൽ 80 വർഷം കഠിന തടവ് വരെയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴെന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ പുറത്തു വരത്തില്ല. അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ടീമുകളെ എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ, എന്നാൽ മറ്റുള്ളവരിലേക്ക് എത്തുമല്ലോ ഇത്. നന്ദി, നമസ്കാരം.